നമ്മുടെ സത്യങ്ങൾ തിരിച്ചറിയപ്പെടുന്ന ഒരു സമയം വരും. അതുവരെ കാത്തിരിക്കുവാനുള്ള ക്ഷമയാണ് വേണ്ടത്. നിങ്ങളുടെ കൈവിടുവിച്ച് അകന്നുപോയവർ വീണ്ടും നിങ്ങളിലേക്ക് തിരികെ എത്തുന്നെങ്കിൽ നിങ്ങളാണ് ശരിയെന്ന് കാലം അവർക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവാം. വാക്കത്തി കൊണ്ട് തോന്നലുകളെ വെട്ടിക്കണ്ടിക്കുന്നതാണ് ചിലരുടെ വിനോദം. പ്രലോഭിപ്പിക്കുക എന്നത് അവരുടെ കഴിവാണെങ്കിൽ പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. തനിച്ചായി പോയല്ലോ എന്നോർത്ത് വിഷമിക്കരുത്. തനിയെ തുടങ്ങുന്ന യാത്രയാണ് ജീവിതം. വഴിയിൽ പലരെയും നമ്മൾ കണ്ടുമുട്ടുന്നു. ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നവർ. പക്ഷേ യാത്രയുടെ അവസാനം വീണ്ടും നമ്മൾ തനിച്ചാകുമെന്ന യാഥാർത്ഥ്യം മറക്കരുത്. നിങ്ങൾ പിന്തുടരേണ്ടത് നിങ്ങളുടെ ഇഷ്ടങ്ങളെയാണ്, അല്ലാതെ മറ്റുള്ളവരുടെ താല്പര്യങ്ങളെയല്ല. ചിലർ നമ്മളിൽ നിന്നും ഒരുപാട് ദൂരേക്ക് പോയി കഴിയുമ്പോഴാണ് അവർ നമുക്ക് ഒരാശ്വാസമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വന്തം ഹൃദയത്തോട് പോലും ചിലർ കള്ളം പറയും, മറ്റുള്ളവരെ നോവിക്കാതിരിക്കുവാൻ വേണ്ടി. ഏകാന്തത മറ്റൊന്നും നമ്മെ പഠിപ്പിച്ചില്ലെങ്കിലും ഈ ഒരു കാര്യം മനസ്സിലാക്കി തരും. ഇത്രയും നാൾ നമ്മൾ ചെയ്ത മണ്ടത്തരങ്ങൾ. മെച്ചപ്പെടുക എന്ന ചിന്ത നല്ലതാണെങ്കിലും ഇന്ന് ചെയ്യാൻ കഴിയുന്ന അത്രയും ഇന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഉയർന്ന തലങ്ങൾ കണ്ടെത്തുന്നതിന് അത് നിങ്ങൾക്ക് സഹായകമാകും. ഒരു വൃക്ഷം അറിയപ്പെടുന്നത് അതിൻ്റെ ഫലത്തിൻ്റെ പേരിലാണ്, ഒരു മനുഷ്യൻ അവൻ്റെ പ്രവൃത്തിയുടെ പേരിലും. ഒരുവനെ വലിയവനാക്കുന്നത് പണവും അധികാരവുമല്ല, മറിച്ച് അവൻ്റെ ഹൃദയശുദ്ധിയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ നഷ്ടങ്ങളും നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. അതിൽ മറ്റാർക്കും ഒന്നും ചെയ്യുവാനില്ല. നിങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ഇടങ്ങളിൽ നിങ്ങളുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തരുത്. ഒരു വ്യക്തിയെ ആകർഷകനാക്കുന്നത് അവൻ്റെ സൗന്ദര്യമല്ല, അവൻ്റെ നല്ല ഗുണങ്ങളാണ്. മറ്റുള്ളവരിലേക്ക് കണ്ണു നട്ടിരുന്നാൽ നമുക്ക് സ്വന്തം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ സമയം ലഭിച്ചു എന്ന് വരില്ല. യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യർ അകലത്തിരുന്നു കൊണ്ട് നിങ്ങളുടെ നന്മയ്ക്കായി പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ്. എളുപ്പത്തിൽ ചെയ്യുക എന്നതിനേക്കാൾ മെച്ചത്തിൽ ചെയ്യുക എന്നതാണ് ശരി. നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന ചിന്ത നിങ്ങളെ ഊർജ്ജസ്വലരാക്കും. ഓർമ്മകൾ എപ്പോഴും സവിശേഷമാണ്. ചില ഓർമ്മകൾ നമ്മെ കരഞ്ഞ നാളുകളെ ഓർത്ത് ചിരിപ്പിക്കും, ചിലത് ചിരിച്ച നാളുകളെ ഓർത്ത് കരയിപ്പിക്കും. ക്ഷമിച്ചാൽ നമ്മൾ തോറ്റുപോയി എന്ന് അർത്ഥമാക്കരുത്. ജീവിതത്തിൽ വിജയിച്ചവരെല്ലാം ക്ഷമയുള്ളവരായിരുന്നു. എപ്പോഴും നിങ്ങളെ പുകഴ്ത്തി പറയുകയും നിങ്ങളുടെ ഏത് തെറ്റിനെയും തിരുത്താതെ കൂടെ നിന്ന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവരെ സൂക്ഷിക്കുക. ഇവരുടെ ഉദ്ദേശം വെറും കാര്യസാധ്യത മാത്രമാണ്. ഇങ്ങനെയുള്ളവർ നിങ്ങളെ ചതിക്കും, ഉറപ്പാണ്.